മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം. ജയ് ഹിന്ദ് TV USA ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് സെയിന്റ് മേരീസ് മലങ്കര ഓർത്തഡോക്സ് ചർച്ച് വസേവിൽ അങ്കണത്തിലാണ്. ഇന്നിപ്പോൾ ഈ ദേവാലയത്തിന്റെ വലിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ്. ഈ പരിശുദ്ധ ദേവാലയത്തിന്റെ കാവൽ മാതാവായ വിശുദ്ധ കന്യമറിയാമിന്റെ വലിയ പെരുന്നാൾ ആഘോഷമാണ്. ലോകമെമ്പാടും പൗരാണിക സഭകളെല്ലാം തന്നെ വളരെ ഉണർവോടെ ഉത്സാഹത്തോടെ ആഘോഷിക്കുന്ന പെരുന്നാൾ. ഈ പെരുന്നാൾ നമുക്ക് തരുന്ന എന്താ? വിശുദ്ധ കന്യകമറിയമിനെ വീണ്ടും ഓർക്കുവാനായിട്ടുള്ള അവസരമാണ് നമുക്ക് ഈ ദിനങ്ങളിലൂടെ ലഭിച്ചിരിക്കുന്നത്. സംബന്ധിച്ചിട്ടുള്ളത് സമർപ്പിക്കാൻ ഇരിക്കുന്നവരുമാരുടെ ആരുടെയും ആകട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ നേരിൽ അവരുടെ നേരിൽ രണ്ട് ലോകങ്ങളിലും ശിവം ചെയ്യപ്പെടുമാറാകട്ടെ. അടൂർ
കടമ്പനാട് ഭദ്രാസന മെത്രാപ്പോലിത്ത അഭിവന്യ മാർ അപ്രേം തിരുമേനിയാണ് ഈ വർഷത്തെ പെരുന്നാളിൻ്റെ മുഖ്യ കാർമ്മികൻ. ഞങ്ങളുടെ പള്ളിയുടെ ക്ഷണമനുസരിച്ച് വിവിധ ഇടവുകളിൽ നിന്നായി ഭദ്രാസന പ്രവർത്തകരും സാമൂഹ്യ സാംസ്കാരിക നേതാക്കളും ഈ പെരുന്നാളിൽ സംബന്ധിച്ച് അനുഗ്രഹം പ്രാപിക്കുന്നതിനായി എത്തിയിട്ടുണ്ട്. എൻ്റെ പേര് സരോജ വർഗീസ്. ഈ ദേവാലയത്തിൻ്റെ ബോർഡ് ഓഫ് ട്രസ്റ്റി, PRO, മാർത്തമറിയം സമാജത്തിൻ്റെ സെൻട്രൽ കമ്മിറ്റി മെമ്പർ എന്നീ നിലകളിൽ സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു. 1982 ഈ ദേവാലയം ആദ്യം ജാക്സൺ ഹൈറ്റ്സിൽ സ്ഥാപിക്കപ്പെട്ടത്. 1992 ഈ ദേവാലയം ഞങ്ങൾ സ്വന്തമായി വാങ്ങുകയും 92 നവംബർ 7 ഈ പള്ളിയുടെ പരിശുദ്ധ കൂദാശ നടത്തി ഞങ്ങളിങ്ങോട്ട് മാറുകയും ചെയ്തു. ഞങ്ങളുടെ ദേവാലയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഘോഷിക്കപ്പെടുന്ന തിരുനാളാണ് വിശുദ്ധ ദൈവമാതാവിൻ്റെ വാങ്ങിപ്പ് പെരുന്നാൾ. അഭിവന്യ അപ്രേം തിരുമേനിയാണ് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത്. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നടക്കുന്ന പ്രദക്ഷിണം ഞങ്ങളുടെ ദേവാലയത്തിലെ ഈ പെരുന്നാളിൻ്റെ ഏറ്റവും വലിയ വർണ്ണോജ്വലമായ ഒരു സംഭവമാണ്. ദേവാലയത്തിൻ്റെ പരിശുദ്ധിയോടൊപ്പം തന്നെ ഈ പരിസരത്തിൻ്റെ വിശുദ്ധി തന്നെ ഇത് മൂലം വർദ്ധിക്കുന്നതായിട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ട്. ഇനിയും ഈ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഞങ്ങൾ പ്രദക്ഷിണത്തിനുള്ള ആരംഭങ്ങൾ തയ്യാറായിരിക്കുകയാണ്. എൻ്റെ പേര് ചാക്കോ. എൻ്റെ നാട് കേരളത്തിൽ നരണം വല്യപള്ളിയുടെ ഇടവകമാണ്. കഴിഞ്ഞ 35 വർഷമായിട്ട് ഞാൻ അമേരിക്കയിൽ പ്രവാസിയായിട്ട് ജീവിക്കുകയാണ്. എനിക്ക് ഒരു മകനുണ്ട്, ഹീസ് എ പ്രീസ്റ്റ്. ഭാര്യ കൂടെ ഒരു മകനേ ഉള്ളൂ. ഈ പള്ളിയുടെ പ്രാരംഭകാലം തൊട്ട്, അതായത് 1982 മുതൽ ഈ പള്ളിയുടെ അടങ്ങുമായി തുടർന്നുകയാണ് ഞാൻ. പള്ളിയുടെ ആദ്യകാല വികാരിയായിട്ടിരുന്നത് TM സക്കറിയ കൊറസ്പിക്കോപ്പയാണ്. അതിനുശേഷം ഫിലിപ്പ് C. അബ്രാം എന്ന ഒരച്ഛൻ ഞങ്ങൾക്ക് വന്നു. പുതുപ്പള്ളിക്കാരനാണ്. അദ്ദേഹം ആദ്യം 7 വർഷം ഈ പള്ളിയുടെ വികാരിയായിട്ട് ഈ പള്ളിയത്തെ ആത്മീയമായിട്ട് വളരെ പുരോഗമനത്തിലേക്ക് എത്തിച്ചു. അതിനുശേഷം വെരി റവറൻ ഫാദർ ആദായി കൊറസ്പിക്കോപ്പയാണ് ഈ പള്ളിയുടെ വികാരിയായിട്ട് ഇപ്പോൾ ഈ പള്ളിയെ ശുശ്രൂഷിച്ച് പരിപാലിച്ചു വരുന്നത്. അദ്ദേഹത്തിനും വളരെ താങ്ക്സ് പറയുന്നുണ്ട്. ഇന്നത്തെ പെരുന്നാൾ ആഘോഷിക്കുന്നത് ഹിസ് ഗ്രേസ് ഡോക്ടർ അപ്രേം സക്രിയാസ് മാർ അപ്രേമാണ് ഈ ദിവ്യബലി അർപ്പിക്കുന്നതും ഇന്നലത്തെ കൺവെൻഷൻ നടത്തിയത്. ഇന്നത്തെ പരിശുദ്ധ പെരുന്നാളിൻ്റെ പ്രധാന ഭാഗമായ ഈ റാസയുടെ ചുമതല വഹിക്കുന്ന മിസ്റ്റർ ജോർജ് തോമസ് നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. ഈ പരിശുദ്ധ ദേവാലയത്തിൻ്റെ പരിശുദ്ധമായ ദിവസത്തിൽ ഈ സ്ഥലത്തും ഈ ഇടവയ്ക്കും അനുഗ്രഹത്തിൻ്റേതായ വിളിച്ചു ചൊല്ലുന്ന ഒരു വിശേഷ ആഘോഷമാണ് ഈ പള്ളി ചുറ്റി ഉള്ള ഈ റാസ. അത് പാരമ്പര്യമായിട്ട് ഓർത്തഡോക്സ് സഭയിൽ നടന്നു വരുന്നതായ ഒരു വിശേഷ ചടങ്ങാണ്. പുതുതായി രൂപീകരിക്കപ്പെട്ട അടൂർ കടമ്പനാട് മെത്രാസനത്തിൻ്റെ പ്രധാന ചുമതലക്കാരൻ എന്ന നിലയിൽ പുതിയ ഒരു ഡയോസിസ് കെട്ടിപ്പടുക്കുക, അതിനുവേണ്ട അധ്വാനങ്ങൾ, പ്രാർത്ഥനാപൂർവമായത് കർമ്മനിരതമായ പ്രവർത്തനങ്ങൾ ധാരാളം വേണ്ടിയിരിക്കുന്നു. അതിലാണ് ഞാൻ ഇന്ന് കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത്. രണ്ടാമത്, ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വൈദിക സെമിനാരിയിലെ എൻ്റെ അധ്യാപനത്തിൻ്റെ ശുശ്രൂഷയാണ്. ആഴ്ചയിൽ 2 ദിവസങ്ങൾ, ബുധൻ വ്യാഴം ദിവസങ്ങളിൽ കോട്ടയം വൈദിക സെമിനാരിയിൽ വിദ്യാർത്ഥികളോടൊപ്പം കഴിയുകയും അവർക്ക് ഭാരതീയ ദർശനത്തെക്കുറിച്ചും ഇതര മതങ്ങളെക്കുറിച്ചും ഒക്കെയുള്ള ക്ലാസ്സുകൾ എടുക്കുകയും ചെയ്യുന്നുണ്ട്. മൂന്നാമത്, സഭയുടെ ഭരണ രംഗത്ത് പരിശുദ്ധ ബാവാ തിരുമേനിയുടെ സഹായി എന്ന നിലയിലുള്ള ശുശ്രൂഷ ഇവിടെ നിർവഹിക്കുന്നുണ്ട്.
അതുകൊണ്ട് തന്നെ കൂടുതൽ മീറ്റിങ്ങുകൾ, അഡ്മിനിസ്ട്രേറ്റീവ് മീറ്റിംഗ്സ് ഒക്കെ ധാരാളം അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ പ്രധാനമായി 3 മേഖലകളിൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് എൻ്റെ സഭയുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടക്കുന്നത്. ഇതെനിക്ക് 5-ാമത്തെയോ 6-ാമത്തെയോ ട്രിപ്പാണ് അമേരിക്കയിലേക്ക്. എന്നാൽ ഈ പ്രാവശ്യം എന്നെ ഇൻവൈറ്റ് ചെയ്തത് വെസ്റ്റ് സേവിൽ സെൻറ്റ് മേരീസ് ദേവാലയമാണ്. ഈ തവണത്തെ ഏറ്റവും ശ്രദ്ധേയമായത് ഈ ദേവാലയത്തിലെ പെരുന്നാൾ തന്നെയാണ്. അതിലെന്നെ ഏറെ ആകർഷിച്ചത് ഈ ഗ്രഹാതുരത്വം ഒട്ടും നഷ്ടപ്പെടാത്ത ഒരു കൂട്ടം ആളുകൾ ഇവിടെയുണ്ട്. അതുകൊണ്ട് നാട്ടുംപുറത്ത് കാണുന്നത് പോലെയുള്ള റാസയും അതിനു വേണ്ട രഥവും ഒക്കെ ക്രമീകരിച്ച് ഏറെ അധ്വാനിച്ച്, മുതിർന്ന ആളുകൾ വളരെ അധ്വാനിച്ച് ആ നൊസ്റ്റാൾജിക് എക്സ്പീരിയൻസ് അതവർ റീകളക്ട് ചെയ്യുന്നത് കണ്ടപ്പോൾ വലിയ സന്തോഷം തോന്നി. എനിക്ക് അവരോട് നൽകാനുള്ള എൻ്റെ ഒരു ചെറിയ ഉപദേശം, ഈ ഫീലിംഗ് അത് പുതിയ തലമുറയ്ക്ക് കൂടി പകർന്നു കൊടുക്കുകയും അത് നിന്നു പോകാതെ തുടരാനായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ചെറിയൊരു ഇടവകയാണെങ്കിലും എല്ലാവരും വളരെ കോർഡിയലായിട്ട് പങ്കെടുക്കുന്നു. നല്ല ഒരു നേതൃത്വം വന്ദനായ അദായച്ചൻ്റെ നേതൃത്വത്തിലുണ്ട്. അതിൻ്റെ ശ്രേഷ്ഠത ഇവിടെ കാണുവാനായിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തവണയുള്ള എൻ്റെ ഏറ്റവും മെമ്മറബിളായിരിക്കുന്ന ഒരു ഈവൻ്റ് ഈ പെരുന്നാൾ തന്നെയാണെന്നാണ് എൻ്റെ ധാരണ.